ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ ദ ആർട്ട് വാരിയർ. ഗൈസ്, നമ്മളിന്നൊരു റിവ്യൂ 1 ഇയർ യൂസർ റിവ്യൂ ആണ് ഇടാൻ പോകുന്നത് നമ്മുടെ ഈ ഗിയർ സൈക്കിളിൻ്റെ. ഇതിന് എന്തൊക്കെ പറ്റിയിട്ടുണ്ട്, പിന്നെ ഇതിന് എന്തെങ്കിലും വല്ല പെയിൻറ്റോ സ്ക്രാച്ചോ വല്ലതും പോയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ 2090 ലീഡർ ബീച്ച് സൈക്കിൾ. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. നമുക്ക് ഫസ്റ്റ് ടയറിൽ നിന്ന് തുടങ്ങാം. നമുക്കിതിൻ്റെ ടയർ വരുന്നത് ഹാർടെക്സ് എക്സ്ട്രാ ആക്ഷനാണ് ഗൈസ്. ടയർ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ടയറാണ്. പിന്നെ നമുക്കിതിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ് ഗൈസ്. എനിക്ക് ഈ ലീഡർ സൈക്കിളെ ബ്രേക്ക് എനിക്ക് അത്ര ഇഷ്ടമില്ല ഗൈസ്. ഇതിൻ്റെ ഡിസ്ക് ബ്രേക്കാണ് ഇത് വരുന്നത്. ട്രൈബലോയുടെ കമ്പനിയാണ്. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ പാഡ് മാറ്റിക്കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. ഫസ്റ്റ് എനിക്ക് ചെറിയ നോയ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഗൈസ്, നമുക്കിതിൻ്റെ സസ്പെൻഷനാണ്. അത്യാവശ്യം കുഴപ്പമില്ല ഗൈസ് ഈ പ്രൈസ് റേഞ്ചിൽ. പക്ഷേ എൻ്റെ ചെറിയ പെയിൻറ്റ് ഇച്ചിരി പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി പോയിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമുക്കിതിൻ്റെ സസ്പെൻഷൻ അത്രയും നല്ലതെന്ന് ഞാൻ പറയില്ല ഗൈസ്. നമുക്ക് കംഫർട്ടബിൾ അല്ല വേറെ ബൈക്സിൻ്റെ തൊട്ട്. പിന്നെ നമുക്കിതിൻ്റെ മഡ് ഗാർഡാണ് വരുന്നത്. മഡ് ഗാർഡ് ഞാൻ പിടിപ്പിച്ചാണ്, നമുക്ക് കമ്പനി തന്നില്ലായിരുന്നു. പിന്നെ ഇത് നമുക്ക് 7 സ്പീഡാണ് വരുന്നത്. നമുക്ക് 21 സ്പീഡിൻ്റെ ഉണ്ട്, നമുക്ക് 7 സ്പീഡിൻ്റെ ആണ്. ഷിനാമോഡ് ഷിഫ്റ്റേഴ്സാണ് വരുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ഇതിൻ്റെ ഫ്രെയിമാണ് ഗൈസ്. ഇതിൻ്റെ മെറ്റീരിയൽ ഇത് നമുക്ക് മെറ്റലാണ് വരുന്നത് ഇതിൻ്റെ മെറ്റീരിയൽ. പിന്നെ നമുക്കിവിടെ ഒരു ബോട്ടിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ പെഡൽ ഞാൻ മാറ്റിയതാണ് കേട്ടോ ഗൈസ്. പിന്നെ നമുക്ക് ഈ സാധനമില്ലേ, ഇത് നമുക്ക് ചെയിൻ കവറായിട്ട് ഇത് ഞാൻ പിടിപ്പിച്ചതാണ് എക്സ്ട്രാ. പിന്നെ ഗൈസ്, നമുക്ക് വരുന്നത് നമ്മുടെ ഗിയർസ് നമുക്കിത് 7 ആണ്. ഇതിൻ്റെ 1 ഇയർ യൂസർ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഞാനിത് 1 വർഷമാണ് ഈ സൈക്കിൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു ഗൈസ്. പിന്നെ എനിക്ക് വലിയൊരു പ്രശ്നം പറ്റിയത് ഗൈസ്, എൻ്റെ ഇവിടെ ഒരു ഷിനാമോയുടെ TZ ഡിലറായിരുന്നു നമുക്കിരുന്നത്. അത് പൊട്ടിപ്പോയി. എൻ്റെ ഒരു ചെറിയൊരു ഓഫ് റോഡ് എൻ്റെ ഒരു വീഡിയോയിലുണ്ട്, എൻ്റെ ചാനലിലെ വീഡിയോ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ആ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇട്ടുള്ള നിങ്ങൾ പോയി കാണാം, നിങ്ങൾക്ക് വേണ്ടവർ കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, അത് ഫുൾ ഒടിഞ്ഞു പോയായിരുന്നു ഗൈസ്. അതൊരു പേട്ട് ഡിലറായിരുന്നു. അത് നമുക്ക് റെഡ് കളറിലെ ഭയങ്കര ചീപ്പായിട്ട് ഡിലറായിരുന്നു. നമുക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് ചെയിൻ ഇവിടെ കൂടെ കയറി പോകുന്നത്. പക്ഷേ എനിക്ക് ഈ ഡിലർ ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഇത് എൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് മാറ്റിയത്. അടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് തന്നെ, സൈക്കിളിൻ്റെ ഷോപ്പിൽ നിന്ന് തന്നെയാണ് മാറ്റിയത്. ഇത് ഷിനാമോഡല്ല കേട്ടോ ഗൈസ്, ഇത് എഴുതിയേക്കുന്നത് ഷിഹാനോ എന്നാണ്. പക്ഷേ ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഡിലറാണ് ഗൈസ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് ഡിലറിന്. പിന്നെ ഗൈസ്, നമുക്ക് വരുന്ന ബാക്കിലെ ബ്രേക്കാണ് ഗൈസ്. ബാക്കിലെ ബ്രേക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് നമുക്ക് ഫ്രണ്ട് ബ്രേക്ക് പോലെ തന്നെ സെയിം. ഇതിൻ്റെ ഞാൻ പാഡ് മാറ്റിയതാണ്, നമുക്ക് കാണാൻ പറ്റുമല്ലോ, പാഡ് മാറ്റിയതാണ്. പിന്നെ ഗൈസ്, നമുക്കിതിൻ്റെ സ്റ്റാൻഡ് നല്ല സ്റ്റാൻഡൊക്കെ തന്നെയാണ്. പിന്നെ ബാക്കിലെ മഡ് ഗാർഡ് ഞാൻ എക്സ്ട്രാ പിടിപ്പിച്ചതാണ്. പിന്നെ ഗൈസ്, നമുക്ക് ബാക്കിൽ ലൈറ്റ് വരുന്നുണ്ട്, അത് നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലും ഒരു ലൈറ്റ് വരുന്നുണ്ട്, നല്ല ലൈറ്റ് തന്നെയാണ്. പിന്നെയാണ് നമുക്ക് മെയിൻ സീറ്റ് ഇത് കുഷ്യൻ്റെ സീറ്റാണെന്നാണ് പറയുന്നത്. ലീഡർ സ്പോട്ടൊന്നൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു സീറ്റാണ് ഗൈസ്. അത് കംഫർട്ടബിളാണ്. പിന്നെ ഗൈസ്, നമുക്കിതിൻ്റെ സീറ്റ് നമുക്ക് എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ്. ഇതിപ്പോൾ ഫുള്ള് പൊക്കിയാണ് വെച്ചേക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും പൊങ്ങിയാണ് ഇരിക്കുന്നത് ഗൈസ്. പിന്നെ ഇതിൻ്റെ അത്യാവശ്യം ഓവറോൾ ഡിസൈൻ ലുക്കൊക്കെ നല്ലതാണ്, കാണാൻ പറ്റില്ലോ. ഒരു നല്ല ലുക്കാണ്. നമുക്ക് ആവറേജ് നമുക്ക് കൊടുക്കാം ഗൈസ്. ഇത് 1 ഇയറായി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഒരു കുഴപ്പമില്ല, നമുക്ക് വേറെ ഗിയർ സൈക്കിളൊക്കെയാണ് നമുക്ക് 1 ഇയർ യൂസ് ചെയ്യുമ്പോൾ ചെറിയൊരു പഴക്കം പോലൊക്കെ തോന്നും. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല ഗൈസ്. ഇത് അത്യാവശ്യം നല്ലതാണ്. നമുക്ക് അഫോർഡബിൾ പ്രൈസിന് നമുക്കിത് നല്ലൊരു ഗിയർ സൈക്കിളാണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഗൈസ് ഇതിൻ്റെ ചാനലിലെ ഫസ്റ്റ് ഒരു റിവ്യൂ കൂടിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഒക്കെ ഗൈസ്. പിന്നെ ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളൊരു അഫോർഡബിൾ പ്രൈസാണ്, നിങ്ങൾ അണ്ടർ 10K നോക്കുവാണെങ്കിൽ നിങ്ങൾക്കിതൊരു ബെസ്റ്റ് ഗിയർ സൈക്കിളായിരിക്കും ഗൈസ്. നമുക്കത് മേടിക്കാം, തീർച്ചയായിട്ടും നിങ്ങൾക്ക് കണ്ണടച്ച് നമുക്ക് മേടിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിലേക്ക് ബൈ.